പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ഒരു യൂസേജുമാണ് കാണിക്കാൻ പോകുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ ഒരു യൂസേജാണ് കാണിക്കാൻ പോകുന്നത്. മറ്റൊന്നുമില്ല, നമ്മുടെ കാർ ജമ്പർ കേബിൾ എന്ന് പറയും, ബൂസ്റ്റർ കേബിൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ കാർ ഓഫായിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമാണ്, പലരുടെയും കാർ റോഡ് സൈഡിൽ ബാറ്ററി ഓഫായിട്ട് കിടക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒരു ജമ്പർ കേബിൾ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ പ്രവർത്തിപ്പിക്കാം? എല്ലാവരും ഒരുപാട് അറിയുന്ന കേസായിരിക്കും, പക്ഷെ അറിയാത്തവർക്കായിട്ടുള്ള ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ സാധനം. ആമസോണിൽ നമ്മളത് ഓർഡർ ചെയ്തത്. നമുക്ക് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഒരു ബാഗൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് ചാർജിങ് കേബിള്, ജമ്പർ കേബിള്, ബൂസ്റ്റർ കേബിള്, അങ്ങനെയൊക്കെയാണ് പറയാം. 1000 ആംപിയറിന് കേട്ടോ ബൂസ്റ്റർ കേബിൾ നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു റെഡ് കളറിലും ഒരു ബ്ലാക്ക് കളറിലാണ് പൊതുവെ ഇത് വരാറ്. അതനുസരിച്ച് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ റെഡും നെഗറ്റീവ് ടെർമിനലിൽ ബ്ലാക്കും ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണത് കണക്ട് ചെയ്യുക എന്തോ കണ്ടാലോ. നേരെ വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വണ്ടി കൊടുത്ത് നിർത്തേണ്ടത്. ഏകദേശം ഈ ഒരു പൊസിഷനിൽ വേണം വണ്ടി നിർത്താനെങ്കിൽ. അതായത് നമ്മുടെ കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ബാറ്ററി ചാർജ് എടുക്കേണ്ട വേറെ വണ്ടി കൂടി ഏകദേശം ഈ ഒരു ലെവലിൽ കൊടുന്ന് നിർത്തുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബാറ്ററി കേബിൾ, ജമ്പർ കേബിൾ ഏത് വലുപ്പമാണോ അതിനനുസരിച്ച് ഡിസ്റ്റൻസാണ് നിർത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കേബിൾ അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കേബിളാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടോ? അതിന് ആദ്യമായിട്ട് ബോണറ്റ് തുറന്ന് വെക്കുക. രണ്ട് വണ്ടിയുടെ ബോണറ്റ് നമ്മൾ തുറന്ന് വെക്കേണ്ടതാണ്. ഓക്കെ, രണ്ട് വണ്ടിയുടെ ബോണറ്റ് തുറന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ വണ്ടർ ബാറ്ററി ഇരിക്കുന്നത് ഈ ഭാഗത്താണ്, ഈ വണ്ടർ ബാറ്ററി ഇരിക്കുന്നത് ഏകദേശം ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണിച്ചത് ഇതാണ്. ഈ റെഡ് ഇതുണ്ടാവും, എല്ലാ ക്യാപ്പും ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ബാറ്ററിയുടെ മുകളിൽ ഇതുപോലെ ഒരു പ്ലസ് പറഞ്ഞ സംവിധാനം ഉണ്ടാവും. കണ്ടോ, ബാറ്ററിയിൽ ഒരു പ്ലസ് കാണിക്കുന്നുണ്ട്, ഇവിടെ മൈനസ് കാണിക്കുന്നുണ്ട്. ഇത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കേബിളിൽ പറഞ്ഞതുപോലെ കേബിളിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇതിൽ പൊസിഷനിൽ കൊടുക്കണം, നെഗറ്റീവ് ടെർമിനൽ ഈ പൊസിഷനിൽ കൊടുക്കണം. ഓക്കെ, അതേപോലെ മറ്റു വണ്ടിയുടെയും ഏത് വണ്ടിയിൽ നിന്നാണ് നമ്മൾ ചാർജ് എടുക്കുന്നത് അതേ വണ്ടിയുടെയും പ്ലസും മൈനസും അതേ പൊസിഷനിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ഈ ബാറ്ററിയും കണ്ട ഇവിടെ പ്ലസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇവിടെ മൈനസ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനലാണ് കേട്ടോ. ഓക്കെ, ാണ് ആക്ച്വലി കേബിൾ ഉണ്ടാവും. ഇത് റെഡ് ടെർമിനലിൽ കാണിക്കേണ്ട, റെഡ് പോയിന്റ് കാണിക്കുന്നുണ്ട്. ഇതാണ്, ഇത് ബ്ലാക്ക് ആണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ് ഇത് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഒരു സുഹൃത്തുക്കൂടി വന്നിട്ടുണ്ട്, റിയാസാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ നെഗറ്റീവാണ്, ബ്ലാക്ക് വയർ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് കണക്ട് ചെയ്യാത്രേ ഉള്ളൂ. ഇനി അടുത്തത് പോസിറ്റീവ് ടെർമിനൽ റെഡ് പോയിന്റ് വരുന്നത്. പോസിറ്റീവ് ടെർമിനലിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തലകൾ രണ്ടും ഇതുപോലെ സെപ്പറേറ്റ് മാറ്റി വെക്കണം, ഒന്നിച്ച് കൂട്ടിമുട്ടരുത്. അവിടെ ഓൾറെഡി കണക്റ്റ് ആയി കിടക്കുകയാണ്, ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് കണക്റ്റ് ആവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ സ്പാർക്കും നേരൊക്കെ വരും. അപ്പോൾ അതേപോലെ തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി നമുക്ക് ഫിക്സ് ചെയ്യണം. ഇത് ടച്ച് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് എടുത്ത് പറയണം, ചെറിയ സ്പാർക്കും നേരൊക്കെ വരും, വേറെ പ്രശ്നം ചെറിയ സ്പാർക്കും നേരൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളവിടെ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവിലാണ്, അതേപോലെ ഇവിടെയും ബ്ലാക്ക് നമ്മൾ നെഗറ്റീവിൽ കൊടുക്കണം. അപ്പോൾ ഈ വണ്ടിയിൽ നെഗറ്റീവിൽ കൊടുക്കുകയാണ്, അതേപോലെ പോസിറ്റീവ് ഇതിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്യണം. അതാണ് സംഭവം. കണക്റ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഈ സെയിം ഇതിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരു ഓഫായ ബാറ്ററി ആണെങ്കിൽ ഈ വണ്ടിയിൽ നിന്നാണ് നമ്മൾ ചാർജ് എടുക്കുന്നത് വെച്ചാൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. അതൊരു പ്രൊസീജിയറാണ്, ചിലരങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ കുറച്ചുകൂടി ബെനിഫിറ്റാണ്. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുക, അതായത് ഓൾറെഡി കണ്ടീഷൻ ബാറ്ററി ഉള്ള വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടുന്നു. പിന്നെ ഈ വണ്ടി ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കിനി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ള, അതായത് ബാറ്ററി ഓഫ് ആയിട്ടുള്ള ഒരു പൊസിഷനായിട്ട് നിൽക്കുന്നത്. ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴും ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം, ഓരോന്നും സെപ്പറേറ്റ് ഊരുക. അപ്പോൾ ബ്ലാക്ക് മൈനസ് ഊരി, അതേപോലെ ഇതിൻ്റെ മൈനസ് ഊരി ഇത് മാറ്റി വെക്കുക. തിരിച്ച് അതേപോലെ റെഡും ഊരി സെപ്പറേറ്റ് മാറ്റി വെക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.